തമിഴ് സിനിമാ രംഗത്ത് പുത്തൻ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ചലച്ചിത്രമാണ് ചേരൻ സംവിധാനം ചെയ്ത ഓട്ടോഗ്രാഫ്. ചേരൻ തന്നെ നായകനായി അഭിനയിച്ച ആ സിനിമയിൽ നിരവധി മലയാളി താരങ്ങളും അഭിനയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളവും ആലപ്പുഴയിലെ പ്രകൃതി ഭംഗിയും ഒക്കെ ഒരു പ്രധാന ഭാഗമായി വരുന്ന സിനിമ കൂടിയാണ് ഓട്ടോഗ്രാഫ്. ചേരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആലപ്പുഴയിലെ കോളേജിൽ പഠിക്കാൻ വരുമ്പോൾ ഗോപിക അവതരിപ്പിക്കുന്ന മലയാളി പെൺകുട്ടിയുടെ കഥാപാത്രവുമായി പ്രണയത്തിലാവുകയും പിന്നീട് ആ പ്രണയം പൊളിഞ്ഞ് പുള്ളി തിരിച്ച് തമിഴ്നാട്ടിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. ഗോപിക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ വീട് ഇടയ്ക്ക് സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതൊരു വലിയ തറവാടാണ്, ആനയൊക്കെ ഉള്ള വലിയൊരു തറവാട്. ആ തറവാടിനകത്ത് കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നതും മറ്റും സിനിമയിൽ കാണിക്കുന്നുമുണ്ട്. ആ തറവാടിൻ്റെ പ്രൗഢി മുഴുവൻ ആ ഒരു ദൃശ്യത്തിൽ വ്യക്തമാണ്. അതിനുശേഷം നടക്കുന്ന ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നായകൻ പ്രേമപരാജയം ഏറ്റുവാങ്ങി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. വർഷങ്ങൾക്ക് ശേഷം നായകൻ തൻ്റെ വിവാഹം ക്ഷണിക്കാനായി തിരിച്ച് ആലപ്പുഴയിലെത്തുന്നു. കാമുകി താമസിച്ചിരുന്ന പഴയ തറവാട്ടിലേക്ക് വീണ്ടും വരുന്നൊരു സീൻ സിനിമയിലുണ്ട്. ആ സിനിമ കണ്ടവർക്കറിയാം, പണ്ട് പ്രൗഢിയോടെ നിലനിന്നിരുന്ന ആ തറവാട് രണ്ടാമത് നായകൻ കാണുമ്പോൾ എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത്. ആനയെ കെട്ടിയിരുന്ന സ്ഥലമൊക്കെ ശൂന്യമായി കിടക്കുന്നു, തറവാട്ടിൽ ആളില്ലാത്ത അവസ്ഥ. ആ ഒരു സീനിൽ തന്നെ ആ തറവാട് എത്രത്തോളം ക്ഷയിച്ചു എന്ന് കാണിക്കാൻ സിനിമയുടെ സംവിധായകൻ കൂടിയായ ചേരനെ കഴിഞ്ഞിരുന്നു. രാഷ്ട്രീയ നിരൂപണം മതിയാക്കി സിനിമാ നിരൂപണം തുടങ്ങിയോ എന്ന് ചിലപ്പോൾ ചില പ്രേക്ഷകർ സംശയിക്കും. അത്തരത്തിൽ പേടി വേണ്ട, അത് നമ്മുടെ ഫീൽഡല്ല. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നും ഇപ്പോൾ എന്താണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിനിമയെ സംബന്ധിച്ചുള്ള ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുവെന്നേ ഉള്ളൂ. പണ്ട് ആനയുണ്ടായിരുന്ന തറവാട്ടിൽ ജീവിച്ചവർ ഇപ്പോൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന പഴമൊഴിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത് റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന RSPയുടെ കാര്യമാണ്. നിലവിൽ കൊല്ലം MP ആയ പ്രേമചന്ദ്രൻ്റെയും ഷിബു ബേബി ജോണിൻ്റെയും അസീസിൻ്റെയും ഒക്കെ സ്വന്തം പാർട്ടിയുടെ കഥ. ഇടതുപക്ഷ നേതാവായ ബേബി ജോൺ കേരളത്തിൽ രൂപം കൊടുത്ത പാർട്ടി. ചിലപ്പോഴൊക്കെ ഓട്ടോഗ്രാഫ് എന്ന സിനിമ ടെലിവിഷനിലും മറ്റും കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ RSPയുടെ കാര്യമാണ്. എങ്ങനെ ജീവിച്ചവരായിരുന്നു, ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു? ഇപ്പോഴിതാ സ്വന്തം പാർട്ടിയിൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ പറയുന്ന RSP. പാർട്ടി തീരുമാനമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാതെ മുന്നണിയിലെ മറ്റു പാർട്ടിക്കാർ കൊടുക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പറയുന്ന RSP മാറിയെന്ന് പറയുമ്പോൾ, വർഷങ്ങൾക്ക് മുൻപ് LDF വിട്ടുപോയി UDFിലേക്ക് ചെന്ന RSP തന്നെയാണോ ഇപ്പോഴും കേരളത്തിൽ ബാക്കിയുള്ളത് എന്ന് തോന്നിപ്പോവുകയാണ്. തോൽക്കാൻ വേണ്ടി കൊടുക്കുന്ന 5 സീറ്റുകൾ, അതാണ് 10 വർഷമായി UDFിൽ നിന്ന് RSPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പതിറ്റാണ്ടുകളോളം LDFിൽ ഉറച്ചു നിന്ന് അവിടെ നിന്ന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി ഒടുവിലൊരു സുപ്രഭാതത്തിൽ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ മറുകണ്ഠം ചാടിയ ഇടതുപക്ഷ ആദർശങ്ങൾ മുറുകെ പിടിക്കുന്ന RSPയെക്കുറിച്ച് ഞാനിനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ RSPയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിലെല്ലാം പിന്നിൽ RSP എന്ന ഇടതുപക്ഷ പാർട്ടിയെ UDFിൽ കൊണ്ടുചെന്ന് കെട്ടാനുള്ള പദ്ധതിക്ക് പിന്നിൽ പ്രേമചന്ദ്രൻ എന്ന ഒരൊറ്റ വ്യക്തിയുടെ കുബുദ്ധിയാണ്. 1999 ഇടതുപക്ഷത്ത് തുടർന്നു വന്ന RSP എന്ന പാർട്ടിയുടെ നേതൃനിരയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയും പാർട്ടി ഒരു വലിയ പിളർപ്പിനെ അഭിമുഖീകരിക്കുകയും ചെയ്തു. ആ പിളർപ്പിനെ തുടർന്ന് RSPയുടെ സ്ഥാപക നേതാവായ ബേബി ജോൺ, മകൻ ഷിബു ബേബി ജോൺ, RSP നേതാവായ AV താമരാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ RSP-B അഥവാ RSP ബോൾഷെവിക് എന്ന പുതിയ പാർട്ടി രൂപീകരിക്കുകയായിരുന്നു. മാത്രമല്ല, അവർ LDF വിട്ട് UDFിൽ ചേരുകയും ചെയ്തു. അതേസമയം അന്നത്തെ പ്രബല RSP ടീമായ NK പ്രേമചന്ദ്രൻ, TJ ചന്ദ്രചൂഡൻ, അസീസ് തുടങ്ങിയവർ ഉൾപ്പെട്ട പ്രധാന RSP വിഭാഗം അപ്പോഴും LDFിൽ തുടർന്നു വന്നു. സത്യം പറയാമല്ലോ, ഈ LDFിൽ തുടർന്നു വന്ന RSPക്ക്, അതായത് TJ ചന്ദ്രചൂഡൻ്റെയും ഈ പറയുന്ന പ്രേമചന്ദ്രൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള RSPക്ക് ആ സമയം ശുക്രദശയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആവശ്യത്തിലേറെ സീറ്റുകൾ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് CPMൻ്റെ അകമഴിഞ്ഞ പിന്തുണ. എന്നുവെച്ചാൽ RSP സ്ഥാനാർത്ഥി മത്സരിക്കാൻ വേണ്ടി മാത്രം വന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ CPM നോക്കിക്കൊള്ളും എന്നവസ്ഥ. RSPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ MLA ബോർഡ് വച്ച 2-3 കാറുകൾ. കേരളത്തിലെ പ്രധാന കോർപ്പറേഷനുകളിൽ ഒന്നായ കൊല്ലത്ത് ഇടതുപക്ഷം അധികാരത്തിലെത്തിയാൽ CPM മേയർ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് RSP ആയിരിക്കുമെന്ന അവസ്ഥ. അങ്ങനെ RSP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും നല്ല ദിനങ്ങളായിരുന്നു 2014 വരെയുള്ള കാലയളവ്. 2014
കൊല്ലം ലോക്സഭാ സീറ്റിന്റെ പേരിൽ LDFിലെ RSPയെ താങ്ങിയെടുത്ത് UDF തൊഴുത്തിൽ കൊണ്ട് കെട്ടുമ്പോൾ അവിടെ പുതിയ ഒരു രാഷ്ട്രീയ ചരിത്രം ആരംഭിക്കുകയായിരുന്നു. പ്രേമചന്ദ്രന്റെ RSPയും ഷിബു ബേബി ജോണിന്റെ RSPയും ചേർന്ന് ഒറ്റ RSP ആയെങ്കിലും അതിനുശേഷം ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പോലും ഈ പറയുന്ന RSPക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. NDAയും ഇന്ത്യ മുന്നണിയും പരസ്പരം ഏറ്റുമുട്ടുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയ സമയം മുതൽ, അതായത് 2014 മുതൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പ്രേമചന്ദ്രൻ പാർലമെന്റ് കാണുന്നുണ്ടെങ്കിലും RSP എന്ന പാർട്ടി ഒരു കുടുംബ പാർട്ടി അല്ലാത്തതുകൊണ്ട് അതിന് എത്ര കാലം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ തന്നെ സ്ഥിരമായി മത്സരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. അതിനിടയിൽ UDF RSP നൽകുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുമെന്നുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. മാത്രമല്ല, പ്രേമചന്ദ്രൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നും പ്രേമചന്ദ്രന്റെ ഈ നീക്കത്തിനോട് RSPയിലെ ഷിബു ബേബി ജോണിന് എതിർപ്പാണെന്നും ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ചുരുക്കത്തിൽ, നമ്മൾ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരു RSP അല്ല ഇപ്പോൾ UDFിനകത്തുള്ളത് എന്ന സത്യം അംഗീകരിച്ചേ മതിയാകൂ. അങ്ങനെ അംഗീകരിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ ആദ്യഘട്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടയ്ക്കോട് ബ്ലോക്ക് ഡിവിഷനിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയണം. അതറിയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് തന്നെയാണോ CPMനെയും അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെയും വെല്ലുവിളിച്ചുകൊണ്ട് UDFിലേക്ക് പോയ RSP എന്ന്? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടയ്ക്കോട് ഡിവിഷനിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. CPM സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് ബ്ലോക്ക് മെമ്പർ നന്ദുരാജും UDF സ്ഥാനാർത്ഥിയായി ഷിബു പാണച്ചേരി എന്ന വ്യക്തിയും BJP സ്ഥാനാർത്ഥിയായി പൂർത്തുമൂടും മണികണ്ഠനും മത്സരിക്കുന്ന ബ്ലോക്ക് ഡിവിഷനാണ് ഇടയ്ക്കോട്. ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഇടയ്ക്കോട് ബ്ലോക്ക് ഡിവിഷനിൽ UDF സീറ്റ് നൽകിയിരിക്കുന്നത് RSPക്കാണ്. UDFിൽ അംഗമായ പ്രേമചന്ദ്രന്റെയും ഷിബു ബേബി ജോണിന്റെയും RSPക്ക് തന്നെയാണ് ഈ പറയുന്ന ബ്ലോക്ക് ഡിവിഷനിൽ UDF സീറ്റ് നൽകിയിരിക്കുന്നത്. RSPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അറിയാമല്ലോ, മൺവെട്ടിയും മൺകോരിയും. ഇടയ്ക്കോട് ബ്ലോക്ക് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ നോക്കുമ്പോൾ അതിനെല്ലാം ഈ പറയുന്ന RSPയുടെ ചിഹ്നം വ്യക്തമായി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പോസ്റ്ററുകൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ പോസ്റ്ററുകളിലെല്ലാം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ചിത്രങ്ങളുണ്ട്. ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കോൺഗ്രസ് നേതാക്കളല്ലേ, RSP നേതാക്കളല്ലല്ലോ. അതെന്താ RSPക്ക് നേതാക്കളില്ലേ? ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകൾ നോക്കിയാൽ ലീഗിൻ്റെ നേതാക്കളുടെ ചിത്രങ്ങളായിരിക്കും കാണാൻ സാധിക്കുക. അതുപോലെ തന്നെയാണ് മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ അവസ്ഥയും. മാത്രമല്ല, ഈ പോസ്റ്ററുകളിൽ ഒരു സ്ഥലത്ത് പോലും മത്സരിക്കുന്ന വ്യക്തി RSPക്കാരനാണെന്നുള്ള ഒരു സൂചന പോലുമില്ല. സാധാരണ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കൊപ്പം കൈപ്പത്തി ചിഹ്നം കാണുമ്പോൾ അറിയാൻ കഴിയും അയാൾ UDF മുന്നണിയാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത്. അതുപോലെ ഒരു സ്ഥാനാർത്ഥിയും അരിവാൾ ചുറ്റിക നക്ഷത്രവും കണ്ടാൽ നമുക്ക് മനസ്സിലാകും അയാൾ LDF സ്ഥാനാർത്ഥിയാണ്, അയാൾ CPMക്കാരനാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അരിവാൾ നെൽക്കതിർ കണ്ടാൽ ആ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയാണെന്നും പാർട്ടി CPI ആണെന്നും ബോധ്യമാകും. എന്നാൽ പൊതുവെ ചവറയിൽ മാത്രം കണ്ടുവരുന്ന മൺവെട്ടിയും മൺകോരിയും RSPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണെന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. RSP സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലുള്ള ജനങ്ങൾക്കറിയാമായിരിക്കും. എന്നാൽ ഭൂരിപക്ഷം പേർക്കും RSPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തെക്കുറിച്ച് അറിയില്ല. ഇവിടെ, അതായത് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടയ്ക്കോട് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഷിബു പാണച്ചേരിയുടെ ചിഹ്നം മൺവെട്ടിയും മൺകോരിയുമാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇറങ്ങുന്ന പോസ്റ്ററുകളിൽ ഒന്നും പുള്ളിക്കാരൻ RSP സ്ഥാനാർത്ഥിയാണെന്നുള്ള ഒരു സൂചനയുമില്ല. അതിന് കാരണം എന്താണെന്ന് മനസ്സിലായോ? ഇടയ്ക്കോട് ബ്ലോക്ക് ഡിവിഷൻ സീറ്റ് മാത്രമാണ് RSPക്ക് നൽകിയിരിക്കുന്നത്. മത്സരിക്കുന്ന വ്യക്തി RSP അല്ല, കോൺഗ്രസ്സുകാരനാണ്. 2022 വരെ BJP OBC മോർച്ചയുടെ നേതാവായിരുന്ന ഇദ്ദേഹം 2022 കോൺഗ്രസ് അംഗത്വമെടുത്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി? ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് RSPയിൽ നിന്നും അവരുടെ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. പണ്ട് കൊല്ലം ലോക്സഭാ സീറ്റിൻ്റെ പേരിലാണ് RSP ഇടതുമുന്നണി വിട്ടത്. എന്നാൽ ഇപ്പോൾ ആർക്കും ഒരു പരാതിയുമില്ല. കാരണം RSP കോൺഗ്രസിനോട് അപേക്ഷിച്ചത് മറ്റൊരു കാര്യമാണ്. സീറ്റ് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ, പക്ഷേ സ്ഥാനാർത്ഥിയെ RSPക്കാരനാക്കി മത്സരിപ്പിക്കണം. കാരണം പാർട്ടിയുടെ സംസ്ഥാന പദവിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളുണ്ടല്ലോ. RSPക്ക് സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് ചിലപ്പോൾ പ്രശ്നമാകും. ഇപ്പോൾ മനസ്സിലായില്ലേ? ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടയ്ക്കോട് ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ RSP നേതാവല്ല, കോൺഗ്രസ് നേതാവാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കോൺഗ്രസ് RSPയിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്തതാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ മതിയെന്ന് RSPയോട് കോൺഗ്രസ് ഉത്തരവിട്ടതാണ്. പോസ്റ്ററുകളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും അന്തരിച്ച RSP നേതാവ് ബേബി ജോണുമൊക്കെ കളത്തിന് പുറത്താണ്.
എന്താ കഥയല്ലേ? പ്രേമചന്ദ്രൻ എന്ന ഒരു വ്യക്തിക്ക് വേണ്ടി RSP എന്ന പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ സൗകര്യങ്ങളും സുരക്ഷിതത്വവും മുഴുവൻ നഷ്ടപ്പെടുത്തുകയും എന്നാൽ ചെന്നു കയറിയ സ്ഥലത്ത് നിങ്ങൾക്കൊക്കെ പുല്ലുവില പോലും കിട്ടുന്നില്ല എന്നറിയുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വിഷമമുണ്ട് RSP സഖാക്കളെ. പക്ഷേ ഇക്കാര്യത്തിൽ മറ്റുള്ളവർ നിസ്സഹായരാണ്.